ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ വഴുതന വെച്ചിട്ട് ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോകണം. ഇതിന് മുന്നേ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം മൈൻഡിൽ നിന്ന് എടുത്തിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോകണം വഴുതന വെച്ചിട്ട്. എനിക്ക് ഈ വഴുതന അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ കുറേ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടിന് വഴുതന ഫ്രൈ ചെയ്യുന്നതൊക്കെ. അത് ഞാനുണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറേ കാലത്ത് മൈൻഡിലൊരു റെസിപ്പി ഉണ്ട്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കുക. ചിലപ്പോൾ കൊളാവും, ചിലപ്പോൾ രസമുണ്ടാവും. ഞാൻ വെച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ ഞാൻ പറയും കേട്ടോ. ബോറാണെങ്കിൽ ഞാൻ ബോറിന് തന്നെ പറയൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ നല്ലതാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലത്തെ ഒരു ഡിഷാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വഴുതനങ്ങ വേണം, മുളക് വേണം. ഇവിടെ പച്ചമുളക് ആട്ടത് ഇപ്പോൾ പൊത്ത് പോയി, അതുകൊണ്ട് ഇപ്പോൾ അത് മതി. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവോള, ഇത്രയും സാധനങ്ങളാണ് എടുത്ത് വന്നിട്ടുള്ളത്. ഞാനിത് കഴുകി ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതാ പച്ചമുളക് 3 ഒരു ഇഞ്ചിൻ്റെ പീസ്, വെളുത്തുള്ളി, ആ എടുത്ത വെളുത്തുള്ളി കംപ്ലീറ്റ് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വലിയ ജീരകം, ഇതൊന്ന് ചതച്ചെടുക്കണം. വീഡിയോ എടുക്കലും ഇത് ഇടലും കൂടി ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഗൈസ്, ഞാനിത് നന്നായിട്ട് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവായാൽ മതി. ഓക്കെ, ഇത് ഞാൻ ചുവപ്പ് മുളക് ഇട്ടുകൊണ്ടിട്ട് ഈ കളറായത്. പച്ചമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്താൽ മതി. അപ്പോൾ ഈ കളറെല്ലാം ഉണ്ടാവുക കേട്ടോ. ഒരു ഉറുമ്പ് തപ്പോൾ പോടാ. ഒരു ഉറുമ്പ് കയറി ഗൈസ്. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിന് ഏറ്റവും ബെസ്റ്റ്. അതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്യാം. വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് നീക്കായിരുന്നു. ഇപ്പോൾ കൈ കൊണ്ട് ഇട്ട് കൊടുക്കണം, അതുകൊണ്ടാട്ടോ. ഓക്കെ, നമുക്കിത് ഇളക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഗൈസ്, തീ നല്ലോണം കുറച്ച് വെച്ച് കൊടുക്കട്ടോ. ഓക്കെ, ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കാട്ടോ ഗൈസ്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ലോ ഫ്ലെയിം കിടന്നത് കുക്കായി വരണം. പെട്ടെന്ന് ആ പരിപാടി തീർക്കാമെന്ന് വിചാരിച്ചാൽ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, നല്ല വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ എന്ത് ചെയ്യണം, ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഇങ്ങനെ അടച്ച് വെച്ച് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും, സൂപ്പറാവും. ഓക്കെ, അപ്പോൾ മൂടിയൊക്കെ കേടുന്നിട്ടുണ്ട് കേട്ടോ. അതൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. നമുക്ക് കുക്കിങ് നോക്കിയാൽ പോരെ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, വീണ്ടും മൂടി വെക്കുക, മിക്സ് ചെയ്യുക. അങ്ങനെ ചെയ്യട്ടോ. പതുക്കെ പതുക്കെ കുക്ക് ചെയ്തെടുക്കുക. ഓക്കെ, ഇത് വെന്ത് വരുന്ന ടൈം കൊണ്ട് ഇപ്പുറത്ത് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത്ര ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിത് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. എന്നിട്ട് ആ വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് വഴുതനങ്ങ കുറച്ച് അത്യാവശ്യം ഒരു വലിയ പീസായിട്ട് അരിഞ്ഞെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അതിനെന്നാ തോന്നണം. ഞാനതൊന്ന് നോക്കട്ടെ. അയ്യോ, ചൂട്. ഓക്കെ, വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കഴിയാത്തിട്ട്. ഞാൻ അങ്ങനെയൊന്നുമല്ല. ഓക്കെ ഗൈസ്, ഞാനതൊക്കെ പ്രോയാണ്. പക്ഷേ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും വെച്ച് ആരും ഇന്ന് ചടിച്ച് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, അത് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കുറച്ച് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ കിട്ടണം, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ്. ഓക്കെ, നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. വീണ്ടും അവിടെ കിടന്ന് കുക്കാവും. ഗൈസ്, ഞാനിതാ നടു ഇതുപോലെ ചീന്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി ക്ലീൻ ചെയ്തതാണ് കേട്ടോ. ഇത് എന്ത് ചെയ്യണം, നമ്മൾ ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം, പുഴുങ്ങിയെടുക്കണം.
ഇതിപ്പോൾ കീറാതെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഇതിനകത്ത് പുഴുക്കളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് എന്താ ഇതിൽ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അറിയൂല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നടു കീറിയിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ. വഴുതന ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ വരാം. അതിൽ വെള്ളമോ? ഞാൻ കൊണ്ടുവരാം, തരാം ആൾക്ക്. അയ്യോ. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉണ്ടാക്കി ഞാൻ കൊണ്ടുവന്നരാം. ഓക്കെ, ഇനി ഇതൊന്ന് പൊഴിഞ്ഞ് ഇത് നന്നായിട്ട് വെന്തിട്ട് വരണം കേട്ടോ. നമുക്കതിൻ്റെ തൊലിയൊന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വേവിച്ചണം. ഞാൻ അതൊന്ന് അടച്ച് വേവിച്ച് കൊടുക്കാം. നമ്മളിവിടെ വഴുതനങ്ങ ഉപ്പിട്ട വെള്ളത്തിലിട്ട് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, ഞാനൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇതായി നോക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ വലിയ ജീരകം ചേർത്തത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലോട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അവിടുന്ന് പല സൗണ്ടും കേൾക്കും, ആരും മൈൻഡ് ചെയ്യണ്ട. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. സൗണ്ടില്ലാത്ത ടൈമൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല സ്മെല്ലാട്ടോ, സൂപ്പർ സ്മെല്ലാണ്. ഇനി ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനൊന്ന് അരച്ച് വെച്ചെടുക്കാൻ വീണ്ടും ലോ ഫ്ലെയിമിലാട്ടോ. ഫ്ലെയിമൊന്നും മാറ്റിയിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. ഇത് ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ക്ഷമ വേണം കേട്ടോ ഗൈസ്. വേവുന്ന ടൈമിൽ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് എടുക്കാം. ഇത് വീട്ടിലുണ്ടായ മല്ലിച്ചപ്പാണ് കേട്ടോ. കണ്ടോ, കുറേ ഉണ്ട്. സൂപ്പറല്ലേ? ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതിട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അത് കണ്ടോ, ഇത് നല്ല ടേസ്റ്റുള്ള സാധനം. ഇതില്ലെങ്കിൽ നമുക്ക് സാധാ മല്ലിച്ചപ്പ് എടുക്കാം, നിർബന്ധമൊന്നുമില്ല. അതിട്ടാൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് ആവശ്യത്തിനായിട്ടുണ്ട്. അത് മതി കേട്ടോ. തുണന്ന മല്ലിച്ചപ്പിൻ്റെ ഇല, ഇത് ഇങ്ങനത്തെ ഒരു ഇല ഇട്ടത് കണ്ടോ. ഈ ഒരു ഇല നമുക്ക് അരിഞ്ഞെടുക്കാം ചെറിയ പീസായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ ഈ ഒരു മസാല നല്ല സൂപ്പറായിട്ട് വെന്തിട്ട് ഉള്ളിയൊക്കെ നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് തക്കാളിയൊക്കെ ഇട്ടെടുക്കാം. അരിഞ്ഞ് വെച്ച് തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ചെറുതായിട്ട് അരിയാൻ കഴിയണമെങ്കിൽ അരിഞ്ഞ് കൊടുക്കും. ഇപ്പോൾ ടൈം കുറവാണ്, അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വലിയ പീസായിട്ടാണ് അരിഞ്ഞത്. ചെറിയ പീസായിട്ട് അരിയുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. ഓക്കെ, ഇനി ഇത് വീണ്ടും മൂടി വെച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, സമയത്ത് ഞാനവിടെ വേവാൻ വെച്ച വഴുതന വെന്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഈ സൈഡിൽ തക്കാളിയും ഉള്ളിയും അതൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മല്ലിച്ചപ്പ് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ആ തക്കാളി ഉള്ളി മിക്സിലോട്ട് ഇട്ട് കൊടുക്കണം. ആയിട്ടില്ല, കുറച്ച് നേരം കഴിയട്ടെ, എന്നിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ വഴുതനൊക്കെ നന്നായി കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊക്കെ കോരി എടുക്കണം കേട്ടോ. ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് ഈ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കട്ടെ ഗൈസ്. സാധാ മല്ലിച്ചപ്പും വേണമെങ്കിൽ ഇതിന് പകരം ഇട്ട് കൊടുക്കാൻ പറ്റുമോ. പക്ഷേ അത് ഇത്ര ടേസ്റ്റ് ഉണ്ടോ പറയില്ല. പിന്നെ വേറെ ചോറാണ്. ഇതിൻ്റെ ടേസ്റ്റ് നല്ലതാണ്, എനിക്ക് ഇഷ്ടമാണ്. ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞേക്കാം. ഇത് നല്ല ഇഷ്ടമാണ്. അത് പക്ഷേ അത്യാവശ്യം നല്ല കുക്ക് ചെയ്യണം, അപ്പോൾ അത് ടേസ്റ്റ്. മറ്റേത് പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ, മറ്റേ മല്ലിച്ചപ്പ്. ഓക്കെ, ഇതൊന്നും കൂടി മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, വഴുതനൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വഴുതന ഇങ്ങനെ കോരിയെടുക്കാം. വഴുതനൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വഴുതന കോരിയെടുത്ത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. ഓക്കെ, വെന്തിട്ടുള്ള വഴുതനൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ അങ്ങോട്ട് പൊളിച്ചൊഴിവാക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് എന്താ പറയുക, ഉടച്ചെടുക്കണം. ഓക്കെ,
ഞാനിവിടെ വഴുതന സ്കിന്നൊക്കെ കളഞ്ഞു നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തുള്ളത് എടുത്തിട്ട് പിന്നെ നമുക്കിത് എന്ത് ചെയ്യാം, നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളി തക്കാളി ആ സാധനത്തിൻ്റെ മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിലോട്ട് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഗൈസ്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം. നമുക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഗൈസ്. അത് നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പും മുളകൊക്കെ കറക്റ്റ് ഇല്ലേ നോക്കാം നമുക്ക്. കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പില ആദ്യം ഈ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം ഇട്ടിട്ടില്ല. അങ്ങനെ അതിലോട്ട് പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നല്ല സ്പൈസി ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ തൽക്കാലം അത്രക്കാണ് വേണ്ട. അതിൽ പച്ചമുളകും ഇഞ്ചിയും കുരുമുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ, മുളക് പൊടി സെറ്റാവില്ല. അപ്പം ഞാൻ അതുകൂടി വേണ്ട വെച്ചിട്ടാണ് കേട്ടോ. വേണ്ടവർക്ക് അതൊക്കെ ഇട്ട് കൊടുക്കാം. ഉപ്പും പൊടിയും എല്ലാം കറക്റ്റാണെങ്കിൽ ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ മനസ്സിൽ വന്ന റെസിപ്പി. എങ്ങനെയുണ്ട് ഗൈസ്? ഞാനൊന്ന് തിന്നോക്കട്ടെ ഇങ്ങോട്ട്. ഇനി എങ്ങനെയുണ്ട് നോക്കട്ടെ. ഞാൻ ഉപ്പും കൂടി നോക്കിയില്ല ഗൈസ്. മുണ്ടക്കി. അപ്പോൾ ഗൈസ് ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ സ്വയം പൊക്കാമെന്ന് ആരും വിചാരിക്കരുത്. നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ട് നോക്കിയാൽ തന്നെ അറിയില്ലത് ടേസ്റ്റ്. ആലോചിച്ച് നോക്കിയാൽ കിട്ടും ഇതിൻ്റെ ടേസ്റ്റ് ഗൈസ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ അടിപൊളി സാധനമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയാം. എൻ്റെ ഒരു അഭിപ്രായം വഴുതന നമ്മൾ പൊരിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി സാധനമാണ്. ഇത് മാത്രം മതി ചോറുന്നാൻ. പിന്നെ ഇത് ചോറിന് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് ചപ്പാത്തിക്കൊക്കെ വേണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ചപ്പാത്തിക്കൊക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഞാനുണ്ടാക്കിയ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണെങ്കിൽ മാത്രമേ ഞാൻ അടിപൊളിയെന്ന് പറയുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയാൽ വഴുതന പറ്റാത്തവർക്ക് വരെ ഇഷ്ടപ്പെടുന്നു കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വേറെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.